രാഷ്ട്രീയ പാർട്ടി, ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയും അതിൻ്റെ നേതാക്കന്മാരും അതിൻ്റെ ഒരു നേതാവിനേറ്റ മർദ്ദനം പോലും ഇതുപോലെ അട്ടിമറിച്ചാൽ, ഇതുപോലെ കേസ് അട്ടിമറിച്ചാൽ, പോലീസിൻ്റെ അട്രോസിറ്റിക്ക് കൂട്ടുനിന്നാൽ പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ പോലീസ് മര്യാദയ്ക്ക് നടക്കുക? ഇവിടെ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ തയ്യാറായതുകൊണ്ടാണ് ഇന്ന് പൊതുസമൂഹം ഇത് ചർച്ച ചെയ്യാൻ തയ്യാറായത്. പക്ഷേ അവിടെ BJPയുടെ നേതൃത്വം കാണിച്ചത് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിക്കൊണ്ട് ഈ കേസ് അട്ടിമറിക്കുന്ന സമീപനമാണ്. ഇതിന് മറുപടി പറയേണ്ടത് BJPയുടെ നേതൃത്വമാണ്. ഇത് കേവലമായിട്ടുള്ള ആരോപണമല്ല. മുനിസിപ്പൽ കൗൺസിലിനകത്ത് BJPയുടെ അംഗം ഇന്നലെ പരസ്യമായി സമ്മതിച്ച കാര്യമാണ് 10 ലക്ഷം രൂപ വാങ്ങിയെന്നുള്ളത്. ഇത് FIR ഉണ്ടല്ലോ, FIRയുടെ കോപ്പി നിങ്ങൾക്ക് തരാം. കുന്നംകുളം CI ഉൾപ്പെടെയുള്ള പ്രതികളാണ് ഈ കേസിലുണ്ടായിരുന്നത്. അന്നത്തെ കുന്നംകുളം CI ഷാജഹാൻ, CPO ആരിഫ്, CPO ഷിനു, CPO ആഷിഖ്, CPO ഷൈജു, ഇങ്ങനെ 5 പോലീസുകാർക്ക് നേരെ ഇട്ട FIR ഒരൊറ്റ ദിവസം കൊണ്ട് അപ്രത്യക്ഷമായി മാറുകയാണ് ചെയ്തത്. നമ്മുടെ സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുന്ന ഈ പോലീസിൻ്റെ കൊടിയ ജനങ്ങൾക്കെതിരെയുള്ള ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ വലിയ തോതിലുള്ള ജനമനസാക്ഷി ഉയരുകയാണ്. യൂത്ത് കോൺഗ്രസും KSUവും നടത്തുന്ന സമരങ്ങളെ മൃഗീയമായിട്ടാണ് പോലീസ് നേരിടുന്നത്. ഇന്നലെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് ഗോകുലിൻ്റെ ശരീരത്തിലൂടെ പോലീസ് ജീപ്പ്, വടക്കാഞ്ചേരിയിലെ പോലീസ് ജീപ്പ് ഓടിച്ചു കയറ്റുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ മുതുകിന് ലാത്തി ഉപയോഗിച്ചുകൊണ്ട് കുത്തി, അദ്ദേഹത്തിൻ്റെ നട്ടലിന് ഫ്രാക്ചർ സംഭവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മുഴുവൻ പരിക്കാണ്. അപ്പോൾ ആ രീതിയിൽ യൂത്ത് കോൺഗ്രസിൻ്റെയും KSUവിൻ്റെയും സമരം ചെയ്യുന്ന പ്രവർത്തകരെ തെരഞ്ഞു പിടിച്ചുവിടുത്ത പോലീസ് വേട്ടയാടുന്നു. ഗോകുലിനോട് CPMന് വൈരാഗ്യമുണ്ട്. SFIയുടെ ഗുണ്ടായിസത്തെ അതിശക്തമായി നെഞ്ചുറപ്പോടെ നേരിട്ട ഒരു KSUവിൻ്റെ നേതാവാണ്. അതുകൊണ്ട് തന്നെ CPMന് ഗോകുലിനോടുള്ള വൈരാഗ്യം, ആ വൈരാഗ്യം ഒന്നുകൊണ്ട് മാത്രം ആ ചെറുപ്പക്കാരനെ കൊല്ലാൻ വേണ്ടി പോലീസിനെ ഇറക്കി വിട്ടിരിക്കുകയാണ്. CPMകാർക്ക് നേരിട്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഗോകുലിനെ വധിക്കാനുള്ള ശ്രമമാണ് ഇന്നലെ നടത്തിയത്. ഇതുപോലെ സംസ്ഥാന വ്യാപകമായിട്ട് ജനങ്ങളുടെ പ്രതിഷേധത്തെ പോലീസിൻ്റെ ലാത്തി ഉപയോഗിച്ചുകൊണ്ട്, പോലീസിൻ്റെ ഗുണ്ടായിസം ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പോലീസിൻ്റെ അക്രമത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കേണ്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടി, BJPയെ പോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, പണം വാങ്ങിക്കൊണ്ട് അതിൻ്റെ നേതാക്കൾ സ്വന്തം പാർട്ടി മുനിസിപ്പൽ പ്രസിഡന്റിനെ നേരിട്ട അതിക്രമം വരെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി തയ്യാറായി എന്നുള്ള ലജ്ജിപ്പിക്കുന്ന വിവരം പുറത്തുവിട്ടത് BJPയുടെ തന്നെ കൗൺസിലറാണെന്നുള്ളതാണ്. അതിൻ്റെ FIRും ആ മർദ്ദനത്തിൻ്റെ തെളിവായിട്ട് ആ ഫോട്ടോയുമാണ് ഞാൻ ഇന്ന് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിന് മറുപടി പറയേണ്ടത് BJPയുടെ നേതൃത്വമാണ്. BJPയുടെ അന്നത്തെ ജില്ലാ നേതൃത്വവും കുന്നംകുളത്തു നിന്നുള്ള BJPയുടെ അന്നത്തെ നേതാക്കന്മാരും ഒക്കെ ഇടപെട്ട് അവരെല്ലാം ഇതിൽ പണം വാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 2016 നിങ്ങൾക്കറിയാം, നോട്ട് നിരോധനത്തെ തുടർന്ന് 20,000 രൂപയിലധികം കൈമാറാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത കാലത്ത് എങ്ങനെയാണ് 10 ലക്ഷം രൂപ നോട്ടായിട്ട് ബ്ലാക്ക് മണി ആയിട്ടുള്ള ഇടപാടാണ് നടന്നത്? കള്ളപ്പണ ഇടപാടാണ് 10 ലക്ഷം രൂപയുടെ നടന്നത്. എങ്ങനെയാണ് പോലീസുകാർക്ക് ഇത്രയും കൂടുതൽ കള്ളപ്പണം കൈകാര്യം ചെയ്യാൻ സാധിച്ചത്? ഇവിടെ പോലീസ് ഇന്നലെ BJPയുടെ കൗൺസിലറുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് FIR ഇടേണ്ടതാണ്. സ്വമേധയാ കേസ് എടുക്കണം. അങ്ങനെ കേസ് ഇട്ടാൽ ഈ കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കാൻ സാധിക്കും. മണി ലോണ്ടറിംഗ് ആക്ടിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ്. BJPയുടെ നേതാക്കന്മാരെ ചോദ്യം ചെയ്യണം. പണം വാങ്ങിക്കാൻ ഇടനില നിന്നവരെ, ഈ പണം വാങ്ങിച്ചവരെ, പണം കൊടുത്തവരെ ഒക്കെ അറസ്റ്റ് ചെയ്യാനുള്ള വകുപ്പ് ഈ കേസിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ BJPയുടെ കൗൺസിലറെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയെടുക്കണം, ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യണം. ഈ പണ ഇടപാടിന് കൂട്ടുനിന്നിട്ടുള്ള BJPയുടെ നേതാക്കന്മാർക്കെതിരെ കേസെടുക്കണം. BJPയുടെ സംസ്ഥാന നേതൃത്വം ഇതിന് മറുപടി പറയേണ്ടി വരും. ഇത്ര പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകനെതിരെ അതിക്രൂരമായ മർദ്ദനം നടന്നിട്ടും എന്തുകൊണ്ട് BJP ഈ കേസ് അട്ടിമറിച്ചു എന്നുള്ളതിന് മറുപടി അവർ തന്നെയാണ് പറയേണ്ടത്. FIR ഹൈക്കോടതിയിൽ പോയി, കേസ് ഒത്തുതീർപ്പ് ആയതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ പോയി അവർ ഒറ്റ ദിവസം കൊണ്ട് ക്വാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അല്ല, അത് ബിനു പ്രസാദ് പറയട്ടെ. ഇന്നലെ നഗരസഭയ്ക്കകത്ത് പണം വാങ്ങി എന്ന് സമ്മതിച്ചത് BJPയുടെ നഗരസഭാംഗമാണല്ലോ. അപ്പോൾ BJPയുടെ മുനിസിപ്പൽ പ്രസിഡന്റ് സ്വമേധയാ എന്തായാലും പോയിട്ട് ഈ കേസ് പിൻവലിക്കില്ല. അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ സ്ഥാനത്തിരുന്ന ഒരാളാണ്. പാർട്ടി അറിയാതെ എന്തായാലും കേസ് പിൻവലിക്കില്ല. അപ്പോൾ പാർട്ടി അറിഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ വാങ്ങിക്കൊടുത്തു എന്നാണല്ലോ ബിനു പ്രസാദിൻ്റെ ആരോപണം വരുന്നത്. അത് മുനിസിപ്പൽ കൗൺസിൽ യോഗത്തിലാണ് പറഞ്ഞിട്ടുള്ളത്, എവിടെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞതല്ല. കൗൺസിൽ യോഗത്തിൽ മാധ്യമങ്ങളുടെ മുൻപാകെ, സഹ കൗൺസിലർമാരുടെ മുൻപാകെ അവരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുന്നിൽ യെസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, പണം വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ ആ കൗൺസിലർ സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന് മറുപടി പറയേണ്ട ബാധ്യത BJPക്കുണ്ട്.